നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് ഉത്രാടം ദിനത്തിൽ നമ്മളുണ്ടാക്കുന്ന വിഭവം കാളനാണ്, കുറുക്ക് കാളൻ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ഓണത്തിനൊക്കെ സദ്യയ്ക്ക് വിളമ്പാൻ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വിഭവമാണ് കാളൻ. തൃശ്ശൂർക്കാരുടെ കുറുക്ക് കാളൻ. നമ്മുടെ മറ്റുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ വെള്ളം പോലെയാണ് നമുക്ക് കാളൻ എന്ന് പറയുന്നത്. നമ്മൾ തൃശ്ശൂരിൻ്റെ വ്യത്യാസമുണ്ട്. നമുക്ക് കുറുക്കായിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. നമ്മുടെ കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നേന്ത്രക്കായ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ പുളിയുള്ള തൈര്, വെളിച്ചെണ്ണ, കടുക്, കൊല്ലമുളക്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതുപോലെ നാളികേരം, കുറച്ച് ജീരകം, പച്ചമുളക്, കരിവേപ്പില. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇനി മിക്സിയുടെ ഒരു ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിരുമ്മി വെച്ച നാളികേരവും, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ജീരകം, അതുപോലെ പച്ചമുളക്, അതുപോലെ കരിവേപ്പില ഇട്ട് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. അരച്ച് എടുത്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. നല്ലൊരു കുറുക്ക് കാളനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഈ ഓണക്കാലത്ത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻ്റൊക്കെ ഞങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മൾ നല്ല വെണ്ണ പോലെ നമ്മുടെ നാളികേരം ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം എടുത്ത് വെച്ച് അതിൽ നമുക്ക് ചേനയും കായും കൂടി വേവിക്കാം. നമ്മൾ അടുപ്പത്തൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേനയും കായും ഇടാം. കുറച്ച് പച്ചമുളക് നമുക്ക് കീറിയിടാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാം. കാരണം നമുക്ക് ഉരുളി ഇല്ലാത്തതുകൊണ്ടാണ്. ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിലാണ് നമുക്ക് കാളൻ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റ്. കാരണം നമ്മുടെ കയ്യിൽ ഇവിടെ ഇപ്പോൾ ഉരുളിയില്ല. നമ്മൾ നാട്ടിലല്ലല്ലോ, ഭോപ്പാലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉരുളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ആദ്യം ചേന നമുക്ക് എടുത്തിടാം. ചേന നമ്മൾ എടുത്തിട്ടു. ഇനി നമുക്കതിലേക്ക് നമുക്ക് കായയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടി നമുക്ക് എടുത്തിടാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൽ ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. എന്തായാലും ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും അത് നന്നായിട്ട് വേവട്ടെ. നമുക്ക് എന്നിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാൻ കുറച്ച് ഉപ്പിട് ഇടുന്നുണ്ട് നമ്മൾ. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയിട്ടൊന്ന് നമുക്ക് ഗ്യാസ് കത്തിച്ചൊന്ന് വേവിക്കാം നമുക്കിത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവട്ടെ. കായയും ചേനയും വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. എന്തായാലും ഒരു 10 മിനിറ്റോളം പിടിക്കും വേവാൻ. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. നമ്മുടെ കായയും ചേനയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. അത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. നെയ്യ് നന്നായിട്ട് യോജിക്കട്ടെ. യോജിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇടാം. നമുക്ക് ആവശ്യത്തിന് ഇട്ടാം. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടാം. നമുക്ക് അധികം വേണ്ട, കുറച്ച് മതി നമുക്ക്. എന്നിട്ട് ഒന്ന് ഇളക്കാം. നമുക്കത് കുരുമുളക് പൊടിയൊക്കെ നമുക്ക് അതിൽ നന്നായിട്ട് പിടിക്കട്ടെ. പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് നമ്മുടെ അടിച്ചു വെച്ച തൈര് നമുക്ക് ഒഴിക്കാം. നമ്മൾ ഇതിന് 1/2 ലിറ്റർ തൈരാണ് എടുത്തേക്കണേ. അപ്പോൾ നമുക്കത് ഒഴിക്കാം. എന്തായാലും അടിച്ചു വെച്ചത് കണ്ട് നന്നായിട്ട് ഇളക്കാം. നമുക്ക് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. എന്തായാലും തൈരൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ട് വറ്റി കുറുകി റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ അരച്ച് വെച്ച നാളികേരം നമുക്കതിലേക്ക് ആഡ് ചെയ്യാം.
ഇതെല്ലാം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച നാളികേരം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാതൊന്ന് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനിയും നമുക്ക് നന്നായിട്ട് എല്ലാം യോജിക്കണം. അരച്ച നാളികേരം എല്ലാത്തിലേക്കും യോജിക്കണം നമുക്ക്. ഇപ്പം നമുക്ക് മഞ്ഞപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞപ്പൊടിയും കൂടെ നമുക്കതിലേക്കിടാം. ഈ സമയത്ത് നമുക്ക് അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് മഞ്ഞപ്പൊടിയൊക്കെ യോജിക്കും. നമ്മളെന്തായാലും മഞ്ഞപ്പൊടി ഇടുന്നില്ല, നമുക്ക് മഞ്ഞപ്പൊടി ഇത് ധാരാളമാണ് എന്തായാലും. ഇനി ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് കുറുകട്ടെ. കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുത്തിടാം ഇതിലേക്ക്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കടുകിടാം. ആവശ്യത്തിന് നമ്മളിവിടെ കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടി നമുക്കതിലേക്ക് ഇടാം. ഇനി നമുക്ക് അതിലേക്ക് കൊല്ലമുളക് ഇടാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് അത് മൂക്കട്ടെ കൊല്ലമുളക് നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഇനി അത് നന്നായിട്ട് രണ്ടും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് നമുക്കത് ചേർക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കുറുക്ക് കാളനാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങളിത് എല്ലാം വീട്ടിൽ ചെയ്ത് നോക്കണം. ഈ ഓണക്കാലത്ത് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാനലിലും അതിൻ്റെ കമൻറ്റൊക്കെ ഇടണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്കിനി കാളനിയിലേക്ക് വറുത്തത് നമുക്ക് ഇടാം. ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഓണക്കാലത്ത് നമുക്ക് സദ്യക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭവമാണ് കാളൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ചേനയും കായയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് കുറുക്ക് കാളനാണ്. നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും കാളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറുക്ക് കാളനാണ് നമ്മുടെ കാളൻ എന്ന് പറയുന്നത്. നമുക്കെന്തായാലും ഇതിന് ഒരു പാത്രത്തിലേക്ക് എടുത്തൊക്കെ മാറ്റാം. കാരണം നമ്മുടെ കാളനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കാളനാണ്. നിങ്ങളിതൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ മെസ്സേജൊക്കെ ഈ വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനിയും നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നാളെ നമ്മുടെ തിരുവോണം ദിനമാണ്. തിരുവോണ ദിനത്തിൽ നമ്മൾ 5 വിഭവങ്ങളായിട്ടാണ് എത്തുന്നത്. അതിന് നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 5 വിഭവങ്ങൾ ഞങ്ങൾ നാളെ പോസ്റ്റ് ചെയ്യും. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആ 5 വിഭവങ്ങൾ കണ്ടിട്ട് അതിന് ലൈക്കും കമൻറ്റും അടിച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് മൊത്തമായിട്ട് ഞങ്ങളുടെ PM-ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് ബമ്പർ സമ്മാനമായിട്ട് 2 പേർക്ക് നമ്മൾ കൊടുക്കുന്നു. 1-ാം സമ്മാനം ഗോൾഡ് കോയിൻ, 2-ാം സമ്മാനം മഹാലക്ഷ്മിയുടെ ഗോൾഡ് പൂശിയ ഫോട്ടോ ആണ്. എന്തായാലും ഇനിയും 5 വിഭവങ്ങളായിട്ട് നമുക്ക് നാളെ തിരുവോണം നാളിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും അഡ്വാൻസ് തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് പ്രതീക്ഷിച്ച റീച്ച് കിട്ടുന്നില്ലേ? ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലിനി ഒട്ടും മടിക്കണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ വളർച്ചയ്ക്ക് കൂട്ടിനായി ഇതാ ശ്രീരാഗം ഡിജിറ്റൽ. നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അക്കൗണ്ടുകളിലേക്ക് ആവശ്യമായ ഫോളോവേഴ്സ്, ലൈക്സ്, കമന്റ്സ്, സബ്സ്ക്രൈബേഴ്സ് എന്നിവ ഞങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തു നൽകുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ആവശ്യമായ കിടിലൻ വീഡിയോ എഡിറ്റിംഗ് സർവീസുകളും സോഷ്യൽ മീഡിയയ്ക്ക് അനുയോജ്യമായ ആകർഷകമായ പ്രൊമോഷണൽ പോസ്റ്ററുകളും ഞങ്ങൾ ഡിസൈൻ ചെയ്തു നൽകുന്നതാണ്. ഡിജിറ്റൽ ലോകത്ത് നിങ്ങളും ഇനിയൊരു താരമാകാം. മികച്ച സർവീസിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ശ്രീരാഗം ഡിജിറ്റലുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 8943313517 9633567034.